മറ്റു വാർത്തകളിലേക്ക് അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ കെ ശൈലജയ്ക്ക് ഷാഫി പറമ്പിലിന്റെ വക്കീൽ നോട്ടീസ്. ചെയ്യാത്ത കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നും 24 മണിക്കൂറിനുള്ളിൽ വാർത്താസമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിൽ. പേരുകളുമായി ഷിത ജഗത് ചേരുന്നുണ്ട്. ഷിത, നേരത്തെ നിയമപരമായി നേരിടുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു, അതിലേക്ക് കടന്നിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ധന്യ, ഈ കേസിനെ ഈ സൈബർ ആക്രമണത്തിൽ കെ ശൈലജയുടെ ആരോപണത്തെയും പരാതിയെയും നിയമപരമായി നേരിടുമെന്നുള്ള ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയതാണ്. അതും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കെ ശൈലജയ്ക്ക് ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, താൻ പറയാതെ വക്കീൽ മുഖാന്തരമാണ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന്റെ പേരിൽ ഷാഫി പറമ്പിൽ ചെയ്യാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചു, ആ പേരിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നത്. അശ്ലീല വീഡിയോയും മോർഫിംഗ് വീഡിയോയും ഷാഫി പറമ്പിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് കെ ശൈലജ വാർത്താ സമ്മേളനത്തിലൂടെ ആരോപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി, ഷാഫി പറമ്പിൽ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിന്റെ പേരിനെ, സൽപ്പേരിനെ കളങ്കം വരുത്തുന്ന രീതിയിലാണ് ഈ പ്രചാരണം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ ആരോപണം ഉന്നയിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 24 മണിക്കൂറിനകം ഷാഫി പറമ്പിലിനോട് കെ ശൈലജ മാപ്പ് പറയണം. അത് വെറുതെ മാപ്പ് ിലേക്കൊന്നും LDF സ്ഥാനാർത്ഥി പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ വിശദീകരിക്കേണ്ടി വരും. എങ്ങനെയായിരിക്കും LDFന്റെ കെ ശൈലജയുടെ വിഷയത്തിലുള്ള പ്രതികരണം? തീർച്ചയായും അതിന് മറുപടി കെ ശൈലജ പറയേണ്ടി തന്നെ വരും. കാരണം ഒരു വക്കീൽ നോട്ടീസ് നിയമപരമായി തന്നെയാണ് ഷാഫി പറമ്പിൽ UDF സ്ഥാനാർത്ഥി ഇതിനെ നേരിടുന്നത്. നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 24 മണിക്കൂർ എന്നുള്ളൊരു സമയമാണ് നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ എന്ത് മറുപടിയായിരിക്കും കെ ശൈലജ നൽകുമെന്നാണ് അറിയേണ്ടത്. അതിൽ പ്രധാനമായും പറയുന്നത്, കെ ശൈലജ കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിരുന്നത് താൻ അശ്ലീല വീഡിയോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് ഒരു വ്യാജ വീഡിയോ പ്രചരിക്കുന്നു, ഒരു മോർഫിംഗ് ഫോട്ടോ, പോൺ ഫോട്ടോ പ്രചരിക്കുന്നു എന്നുള്ളതാണ്. വീഡിയോ പ്രചരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് താൻ പറഞ്ഞത് എന്നുള്ളതാണ് ശൈലജ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള മറുപടി ആയിരിക്കും കൊടുക്കുക എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലും ഇതിൽ ഷാഫി പ്രധാനമായും ഉന്നയിക്കുന്ന തന്റെ പ്രായമായുള്ള ഉമ്മയെ പോലും ഈ വിഷയത്തിലേക്ക് വലിച്ചിഴക്കുകയും ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുക വഴി സാമൂഹ്യ മാധ്യമങ്ങളിൽ തനിക്കെതിരെ വ്യാപകമായ രീതിയിലുള്ള പ്രചാരണം ഉണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ എന്നതുൾപ്പെടെയുള്ള ആളുകൾ തനിക്കെതിരെ വ്യാപകമായ രീതിയിൽ തന്നെ പ്രചാരണം നടത്തുകയുണ്ടായി. അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉള്ളതാണ് എന്നുള്ളതാണ് ഈ വക്കീൽ നോട്ടീസിലൂടെ ഷാഫി ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ ശൈലജയോട് 24 മണിക്കൂറിനുള്ളിൽ വാർത്താ സമ്മേളനം നടത്തി മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വിവാദമായ കാര്യമാണ് ഈ വടകരയിലേത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഇത് മാറി മറിയുകയാണ്. ഓരോ ദിവസവും കാര്യങ്ങൾ ആർക്ക് ഗുണം ചെയ്യും എന്നാണ് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഷിതയ്ക്ക് തോന്നുന്നത്? ധന്യ, വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ആദ്യ ദിവസം മുതൽ തന്നെ പ്രചാരണ വിഷയങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാറി മറിഞ്ഞ് ഓരോ പ്രചാരണ വിഷയങ്ങൾ വന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ കെ ശൈലജയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണം വരുന്നത്. സൈബർ ആക്രമണം എന്ന് പറയുമ്പോൾ കെ ശൈലജ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് തന്റെ പേരിൽ പോൺ ഫോട്ടോ പ്രചരിക്കുന്നുണ്ട്, വ്യാജ വീഡിയോകൾ, താൻ പറയാത്തതെന്നുള്ള കാര്യങ്ങൾ വ്യാജ വീഡിയോകളായി എഡിറ്റ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് കെ ശൈലജ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഒപ്പം തന്നെ അവർ ഇത്തരത്തിലുള്ള വാർത്തകൾക്കടിയിലും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കടിയിലും തന്നെ കെ ശൈലജയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ നിറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വടകരയിലെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് നേരത്തെ നല്ല രീതിയിൽ പോയിരുന്ന ഒരു രാഷ്ട്രീയ പ്രചാരണം ഒടുവിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി വിദ്വേഷങ്ങളിലേക്കും വ്യക്തി ആരോപണങ്ങളിലേക്കും എത്തുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കില്ല വടകരയിൽ ആർക്കാണ് മുൻതൂക്കം എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോഴും പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. 2 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 2 സ്ഥാനാർത്ഥികളും ഏറ്റവും ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥികളാണ്. ഒപ്പം തന്നെ 2 MLA-മാർ മത്സരിക്കുന്ന വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന കെ ശൈലജയും ഒപ്പം തന്നെ BJP-യെ തറപറ്റിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലും ഈ 2 പേരുടെയും വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് അത്രയേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രചാരണം നിലനിൽക്കുമ്പോൾ പോലും ഇപ്പോൾ ആർക്ക് മുൻതൂക്കം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ദിവ്യ, നന്ദി ഷിത.